സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷം. ഇന്ന് മാത്രം 5 മരണം സ്ഥിരീകരിച്ചു. 12,000-ലധികം ആളുകൾ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഷിഗല്ല ബാധിച്ച് ഒരാൾ മരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിലാണ്. പനി ബാധിച്ച് ഇന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത് 12,191 പേർ. ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ള ജില്ല മലപ്പുറമാണ്. പകർച്ചവ്യാധികളിൽ സംസ്ഥാനത്ത് ഇന്ന് 5 മരണം സ്ഥിരീകരിച്ചു. ഷിഗല്ല ബാധിച്ച ഒരാളും ഡെങ്കിപ്പനി ബാധിച്ച് 2 പേരും വയറിളക്കം ബാധിച്ച് ഒരാളും മരിച്ചു. വയനാട്ടിൽ പനി ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ഇന്ന് 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 100 കടന്നു. 105 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. നിപ നിരീക്ഷണത്തിലുള്ള ഒരാൾ കൂടി ആശുപത്രി വിട്ടു. സമ്പർക്ക പട്ടികയിലുള്ള 2 ആളുടെ ഫലം നെഗറ്റീവാണ്. പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും ഡിഎംഒമാരുടെയും ഓൺലൈൻ യോഗം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ചു ചേർത്തു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.